സംബന്ധിച്ചിടത്തോളം നമ്മളൊരിക്കലും പിളർന്നു പോകാൻ കാത്തിരിക്കുന്നവരല്ല. പിളർക്കാൻ വേണ്ടി സംഘടനയുണ്ടാക്കി ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി രജിസ്റ്റർ ചെയ്തു വന്നവരല്ല. നമ്മൾ സംഘടനയിൽ അധികാര സ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല നമ്മൾ ഇത്ര കാലം പ്രവർത്തിച്ചത്. നമ്മൾ ഇനിയും മുജാഹിദുകളായി തന്നെ തുടരും. മുജാഹിദ് പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച തൗഹീദും സുന്നത്തുമായി ഇമാമുകളിൽ ശിർക്ക്, പൂർവ്വകാല പണ്ഡിതന്മാരിൽ ശിർക്ക് നമ്മുടെ മുൻകാല പണ്ഡിതന്മാർ പ്രവർത്തിച്ചതുപോലെ നമ്മൾ പ്രവർത്തിക്കും. അതാണ് യഥാർത്ഥത്തിൽ നമുക്കിവിടെ പ്രഖ്യാപിക്കാനുള്ളത്. യഥാർത്ഥ സലഫി മാർഗം 2002 ശേഷം നാം പഠിച്ചു. ഖുർആനും സുന്നത്തും മനസ്സിലാക്കുന്നതിനും അതുപോലെ ഇസ്ലാമിക വിശ്വാസാചാരങ്ങൾ സ്വീകരിക്കുന്നതിനും ആദ്യകാല മുസ്ലിമീങ്ങൾ എങ്ങനെയാണോ ദീനിനെ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കണം എന്ന് നാം പഠിച്ചു വെച്ചിട്ടുണ്ട്, മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അതടിസ്ഥാനത്തിലാണ് നാം മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ആ വിഷയത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ദീന് പഠിക്കുക, നമ്മുടെ കുടുംബത്തെ പഠിപ്പിക്കുക. കലർപ്പില്ലാത്ത, കലവറയില്ലാത്ത വിജ്ഞാനം ലഭിക്കുന്ന നിരവധി സൗകര്യങ്ങൾ ഇന്നുണ്ട്. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിനെ പറ്റി ഇവിടെ പറയണ്ടായി. മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ നെറ്റുള്ള ആളുകൾക്ക് ധാരാളം ക്ലാസ്സുകൾ അതിൽ ലഭിക്കും. പിന്നെ അറബി അറിയുന്നവർക്കും ഇംഗ്ലീഷ് അറിയുന്നവർക്കും നല്ല നല്ല സലഫി സൈറ്റുകളുണ്ട്. അതൊന്നും ആർക്കും മൂടി വെക്കാനോ തടയാനോ കഴിയില്ല. കേരളത്തിൽ നിലവിലുള്ള ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക വിജ്ഞാന രംഗത്തുള്ള ഈ നവജാഗരണത്തെ ആർക്കും തടുത്തു നിർത്താൻ കഴിയില്ല. യുവാക്കളും അതുപോലെ വിദ്യാർത്ഥികളും മുതിർന്നവരുമൊക്കെ വിഷയങ്ങൾ പഠിക്കാൻ മുന്നോട്ട് വരുന്നുണ്ട്. അത് വളരെ ശുഭസൂചകമായ ഒരു സംഗതിയാണ്. അതുകൊണ്ട് വിഷയങ്ങൾ പഠിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നമ്മൾ ആരും ജിന്നിനോട് സഹായം ചോദിക്കാം, ഭൗതികവും ചോദിക്കാൻ പാടില്ല, അഭൗതികവും ചോദിക്കാമെന്ന അഭിപ്രായക്കാരല്ല. പക്ഷേ കട്ടുമുറിച്ച ക്ലിപ്പുകളുമായി സാധാരണ മുജാഹിദ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഇതുവരെയും ശിർക്കിലായിരുന്നു, 2012 വരെയും ശിർക്കിലായിരുന്നു എന്ന അബദ്ധധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് യഥാർത്ഥ റുഖിയ ശർഇയ്യ എന്നത് അത് വെറും പ്രാർത്ഥന മാത്രമാണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരുപാട് ഹദീസ് നിഷേധികളെയും ചാഫ് ചേകനൂരികളെയും ഈ പ്രസ്ഥാനത്തിൽ കുടിയിരുത്തി അവരെയൊക്കെ പിന്തുണച്ചും സപ്പോർട്ട് ചെയ്തും മുന്നോട്ട് പോകാനാണ് ഈ സലഫി കോക്കസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും തന്നെ നമ്മളത് അനുവദിക്കുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കെ.എം. മൗലവിയെ പോലെയുള്ള അലി മൗലവിയെപ്പോലുള്ള മുഖ്ലിസീങ്ങൾ ഈ ആദർശത്തിന് വേണ്ടി പ്രവർത്തിച്ച് പടുത്തുയർത്തിയ ഈ പ്രസ്ഥാനം, ഈ ആദർശം അത് കെടാതെ കാത്തു സൂക്ഷിക്കണം. അത് നാൾക്കുനാൾ മറ്റുള്ളവർക്ക് കൂടുതൽ എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനങ്ങളിൽ നാം ഏർപ്പെടണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരസ്പര സഹായത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഈ ദഅവത്തുമായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ പ്രദേശങ്ങളിൽ എന്തു ദഅവത്ത് നടത്തണമെന്ന് നിങ്ങൾ ആലോചിക്കുക, അതിനുള്ള സംവിധാനം നിങ്ങൾ ഉണ്ടാക്കുക. അങ്ങനെ നമുക്ക് ഈ ദഅവത്തുമായി മുന്നോട്ട് പോകണം. അതിനുള്ള ഒരു തുടക്കം മാത്രമാണിത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള വിശദീകരണ യോഗങ്ങൾ നടത്തേണ്ടതുണ്ട്. പല വിഷയങ്ങളും പറയണമെന്ന് ഉദ്ദേശിച്ചിരുന്നെങ്കിലും സമയക്കുറവ് കാരണം പറയാൻ സാധിച്ചിട്ടില്ല. ഇനിയുള്ള വിശദീകരണ യോഗങ്ങളിൽ ഇൻഷാ അല്ലാഹ് അത് വ്യക്തമായി പറയുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഈ ദീനിനു വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങൾ അത് വിജയിക്കാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം. സുഹൃത്തുക്കളെ, നമുക്ക് അല്ലാഹുമായി കൂടുതൽ അടുക്കേണ്ട ഒരു സന്ദർഭമാണിത്.